ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ നമ്പർ വേൾഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ കുറേ സംഖ്യകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കുറേ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരമായിരിക്കും അല്ലേ. പക്ഷേ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇതിൽ തന്നെ 1 എന്ന് പറയുന്നത് നോക്കൂ, അതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായി? അത് 10 ആയി. വീണ്ടും ഒരു 0 കൂടി ഇട്ടപ്പോൾ അത് 100 ആയി. വീണ്ടും 0 ഇട്ടപ്പോൾ എന്തായി? 1000 ആയി. പിന്നെയും 0 ഇട്ടപ്പോൾ 10,000 ആയി. അങ്ങനെ വലുതായി പോകുന്നുണ്ടല്ലേ അത്. അപ്പോൾ നോക്കൂ, ചിത്രത്തിലൊരു ചാർട്ട് തന്നത് കണ്ടില്ലേ? അതിൽ നമ്മുടെ സ്ഥാനവില കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ പ്ലേസ്, ആ ഓരോ നമ്പേഴ്സിൻ്റെയും പ്ലേസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, 10,000 ഉണ്ട്, 1000, ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് അങ്ങനെയാണ് വരുന്നത് അല്ലേ. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു സംഖ്യ നോക്കുമ്പോൾ അതിൻ്റെ സ്ഥാനവില എങ്ങനെയാണ് നോക്കേണ്ടത്? റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s അങ്ങനെ ഇങ്ങോട്ടാണ് പോരുക. അപ്പോൾ ആദ്യത്തെ സംഖ്യ തന്നെ നോക്കൂ, അത് 1 ആണ്. അതിൻ്റെ സ്ഥാനവില എന്താണ്? 1 തന്നെയാണ് അല്ലേ. പിന്നെ അടുത്തത് എന്താണ്? 10. അപ്പോൾ അതിൽ ആ 1ൻ്റെ സ്ഥാനവില എവിടെ കിടക്കുന്നത്? ടെൻസിലാണ് കിടക്കുന്നത്. പിന്നെ 100 ആയപ്പോൾ അതെന്തായി? ആ 1ന് 100ൻ്റെ സ്ഥാനത്താണ് ആ 1 കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ 0 ഇട്ട് കൊടുക്കുന്നതോടും അതിൻ്റെ ആ സ്ഥാനവില മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ നോക്കൂ, ആ ചാർട്ടിൽ നമ്മൾ പിന്നെ അതിൻ്റെ പ്ലേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ അവസാനത്തെ സംഖ്യ എത്രയാണ്? 10,000 ആണ്. എന്താ കാരണം? ആ 1 എന്ന് പറയുന്നത് 10,000 ആണ് അതിൻ്റെ പ്ലേസിൽ കിടക്കുന്നത്. 1ൻ്റെ പ്ലേസ് ഏതാണ്? 10,000 ആണ്. അപ്പോൾ താഴെ പിന്നൊക്കെ 0 ആയതുകൊണ്ട് തന്നെ ആ സംഖ്യ എങ്ങനെയാണ് വായിക്കുക? 10,000 എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു സംഖ്യ വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ഥാനവില എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. ഇനി നോക്കൂ, ഈ സംഖ്യനെ എങ്ങനെയാണ് വായിക്കുക നോക്കൂ. ഇപ്പോൾ ഇതെങ്ങനെയാണ്? 1 ഇട്ടിട്ട് 5 പൂജ്യമാണ് ഫസ്റ്റത്തെ സംഖ്യ കൊടുത്തിട്ടുള്ളത് അല്ലേ. 5 പൂജ്യം ആകുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് സ്ഥാനവില പറയാമെന്ന് പറഞ്ഞു. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000, പിന്നെന്താണ്? ലാക്ക് അല്ലേ. 1 lakh ആണ്. അപ്പോൾ അതെന്താ വായിക്കേണ്ടത്? ലാക്ക് എന്നാണ് വായിക്കേണ്ടത്. ഇനി അതിൻ്റെ താഴെയുള്ളത് നോക്കൂ, ലാക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് ഒരു സ്ഥാനം കൂടെ. അപ്പോൾ എന്തായി? അത് 10 lakh ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇതും കൂടെ കൂടിയാൽ എന്തായി? അത് ക്രോറായി. അപ്പോൾ പുറത്തൊക്കെ 10 lakhനെ മില്യൺ എന്നാണ് പറയുക. 10 lakh എന്താണ്? മില്യൺ ആണ്. ഇപ്പോൾ കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? 1K അടിച്ചു. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇടുമ്പോൾ 1K അടിച്ചു, 2K അടിച്ചു, അത്ര അങ്ങനെ നമ്മൾ പറയാറില്ലേ. അതെന്താണ്? കെ എന്ന് പറയുന്നത് 1000 ആണല്ലേ. 1000നെയാണ് നമ്മൾ കെ എന്ന് പറയുന്നത്. എം അതായത് മില്യൺ എന്ന് പറയുന്നത് എന്താണ്? 10 lakhനെയാണ്. അതായത് 1 ഇട്ടിട്ട് 6 പൂജ്യം, 1 ഇട്ടിട്ട് 3 പൂജ്യം ഇടുമ്പോൾ കെ, 1 ഇട്ടിട്ട് 6 പൂജ്യം ഇടുമ്പോൾ മില്യൺ, 1 ഇട്ടിട്ട് 9 പൂജ്യം ഇടുമ്പോൾ അത് ബില്യൺ ആണ്, 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടുമ്പോൾ അത് ട്രില്യൺ ആണ്. അതൊക്കെ 3ൻ്റെ ഗുണിതമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 3 പൂജ്യം ഇടുമ്പോൾ പിന്നെ കെ ആണ്, 6 പൂജ്യം ഇടുമ്പോൾ എന്താണ്? മില്യൺ ആണ്, 9 പൂജ്യം ഇടുമ്പോൾ ബില്യൺ ആണ്, 12 പൂജ്യം ഇടുമ്പോൾ അതെന്താണ്? ട്രില്യൺ ആണ്. അതിൻ്റെ ഇടയിലുള്ളത് അതിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്താണ്? 100,000, പിന്നെ മില്യൺ, അത് കഴിഞ്ഞിട്ട് 10,000, 100 മില്യൺ, ബില്യൺ, അങ്ങനെയാണ് അത് വായിക്കുന്നത് അല്ലേ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ പക്ഷേ എങ്ങനെയാണോ പറയുന്നത്? മില്യൺ, 10 മില്യൺ, 100 മില്യൺ അങ്ങനെയാണോ പറയുന്നത്? അല്ല. നമ്മളെങ്ങനെയാണ് അതിൻ്റെ സ്ഥാനവില കണക്കാക്കുന്നത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, പിന്നെ 10,000, പിന്നെ ലാക്ക്, പിന്നെ 10 lakh, പിന്നെ എന്താണ്? ക്രോറ്, അത് കഴിഞ്ഞിട്ട് 10 crore, പിന്നെ 100 crore, അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, 1 ഇട്ടിട്ട് 0s ആണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ജസ്റ്റ് പ്ലേസ് വാല്യൂ അങ്ങ് പറഞ്ഞാൽ തന്നെ ആ സംഖ്യയായി. പക്ഷേ അതിന് ശേഷം സംഖ്യകൾ തന്നെയാണെങ്കിൽ, വേറെ നമ്പേഴ്സ് തന്നെയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് വായിക്കുക? നോക്കൂ, ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കൂ. ആദ്യത്തത് വൺസിൻ്റെ പ്ലേസിൽ മാത്രമേ ഉള്ളൂ അല്ലേ, 3. അപ്പോൾ അതിനെ 3 എന്ന് തന്നെ പറഞ്ഞു. രണ്ടാമത്തെ സംഖ്യ നമുക്കറിയാം എന്താണ്? 3 ടെൻസിൻ്റെ പ്ലേസിലാണ്, 6 ആണ് 1ൻ്റെ പ്ലേസിൽ വരുന്നത്. അപ്പോൾ 36 എന്ന് വായിക്കാൻ പറ്റൂ അല്ലേ. ഇനി അടുത്ത സംഖ്യ നോക്കൂ, ഇതിൻ്റെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ് 3 വരുന്നത്, ടെൻസിൻ്റെ പ്ലേസിൽ 6, വൺസിൻ്റെ പ്ലേസിൽ എന്താണ്? 2 ആണ്. അപ്പോൾ 362 എന്ന് പറയാം അല്ലേ. ഇനി അടുത്ത സംഖ്യ നോക്കൂ, 3000ൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ എങ്ങനെ തുടങ്ങണം? 3000, പിന്നെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? 6 ആണ്. അപ്പോൾ 600, പിന്നെ ടെൻസിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്. അപ്പോൾ 20, പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് 8 ആണ്. അപ്പോൾ 28. അപ്പോൾ 3628 എന്നാണ് നമ്മളത് വായിക്കേണ്ടത്. ഇനി അടുത്ത സംഖ്യ നോക്കൂ, 10,000ൻ്റെ സ്ഥാനത്താണ് 3 വരുന്നത്, 1000ൻ്റെ സ്ഥാനത്ത് 6 ആണ് വരുന്നത്, പിന്നെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 2 ആണ്, ടെൻസിൻ്റെ പ്ലേസിൽ 8 ആണ്, പിന്നെ വൺസിൽ 8 ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുക?
10,000 ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ 1000ൽ 6 ആണ്. അപ്പോൾ 36,000 അങ്ങനെയാണത് വായിക്കേണ്ടത്. എങ്ങനെ വായിക്കുക? 36,000. പിന്നെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്. അപ്പോൾ 200 ആൻഡ് 10 10ൻ്റെയും 1ൻ്റെയും പ്ലേസിൽ 8ഉം 8ഉം ആണ്. അപ്പോൾ 88 എന്ന് വായിക്കാം അല്ലേ. അപ്പോൾ 36,288 എന്നാണ് അത് വായിക്കേണ്ടത്. ഇനി അവസാനത്തെ സംഖ്യ നോക്കൂ. അതെങ്ങനെയാണ്? അതിൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെ കിടക്കുന്നത്? 3 ലാക്കിൻ്റെ അതിലാണ് കിടക്കുന്നത്. പിന്നെ 6 10,000ൽ, 1000ൽ 2, ഹൺഡ്രഡ്സിൽ 8, ടെൻസിൽ 8, വൺസിൽ എന്താണ്? 0. അപ്പോൾ എങ്ങനെ വായിക്കാം? 3,62,880 അങ്ങനെയല്ലേ വായിക്കേണ്ടത്? 3,62,880 എന്ന് വായിക്കാം അല്ലേ. ഇനി അടുത്ത പേജിൽ നോക്കൂ. 1 ഡിജിറ്റ് നമ്പർ. എന്താണ് 1 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ? അതിൽ ഒരു ഡിജിറ്റേ ഉണ്ടാവുള്ളൂ അല്ലേ. ഏതൊക്കെയാണ് 1 ഡിജിറ്റ് നമ്പർ വരുന്നത്? 1 മുതൽ 9 വരെ അല്ലേ. 1 to 9 വരെയുള്ളതാണ് 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിൽ ഒരു ഡിജിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ 1 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 1 ആണ്. ഏറ്റവും വലുതോ 9 ആണ്. പിന്നെ 9 കഴിഞ്ഞാൽ 10, അത് 2 ഡിജിറ്റ് ആയി അല്ലേ. അപ്പോൾ 2 ഡിജിറ്റിൽ ഏറ്റവും ചെറുത് ഏതാണ്? 10 ആണ്. ഏറ്റവും വലുത് 99. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏത് മുതൽ ഏത് വരെയാണ്? 10 to 99 വരെയാണ്. 3 ഡിജിറ്റ് നമ്പറോ 100 to 9,099 വരെയാണ് അല്ലേ. പിന്നെ 3 ഡിജിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? അതിൽ എത്ര നമ്പർ ഉണ്ടാവും? 4 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. അതായത് 1000ൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ആണ്. ഏറ്റവും ചെറിയ പിന്നെ എന്താണ് നാലക്ക സംഖ്യ ഏതാണ്? 1000 ആണ്. അത് 1000 മുതലാണ് 4 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര വരെയാണ്? 9,999 വരെ അല്ലേ. ഇനി അടുത്തത് 5 ഡിജിറ്റ് നമ്പേഴ്സ് നോക്കൂ. 5 ഡിജിറ്റിൽ ഏറ്റവും ചെറുത് ഏതാണ്? 1 ഇട്ടിട്ട് 4 പൂജ്യം ഇടുക അല്ലേ. അപ്പോൾ അത് 5 ഡിജിറ്റ് ആയില്ലേ. അപ്പോൾ അതാണ് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത്. ഏറ്റവും വലുത് എന്താണ്? 5 ഡിജിറ്റും 9 എഴുതി കൊടുത്താൽ ഏറ്റവും വലുതായി. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുക? 99,999 എന്ന് വായിക്കുക അല്ലേ. ഇനി അടുത്ത നോക്കൂ. 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഇനി അടുത്ത നോക്കൂ. 6 ഡിജിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 6 ഡിജിറ്റിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? 1 ഇട്ടിട്ട് 5 zeros ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് 6 ഡിജിറ്റ് ആയി. അപ്പോൾ അതെങ്ങനെ വായിക്കാം? നമ്മളത് വായിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിൽ നിന്നിട്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ നോക്കണം. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s, പിന്നെന്താണ്? ലാക്ക്. അപ്പോൾ അത് 1 lakh ആണ്. 6 ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? 1 lakh ആണ്. ഏറ്റവും വലുതോ? 9,99,999 അതല്ലേ ഏറ്റവും വലിയ 6 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ പ്ലേസ് വാല്യൂ വെച്ചിട്ട് വേണം അത് വായിച്ചു നോക്കാനായിട്ട്. ഇനി അടുത്ത് നോക്കൂ. 7 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 7 ഡിജിറ്റ് നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? 1 ഇട്ടിട്ട് 6 0 അല്ലേ. 7 ഡിജിറ്റിൽ ഏറ്റവും വലുതോ? 7 9 ഇട്ട് കൊടുക്കണം അല്ലേ. 7 നമ്പർ ഓഫ് 9 ഇട്ട് കൊടുത്താലാണ് എന്താവുക? 7 ഡിജിറ്റിൽ ഏറ്റവും വലിയ നമ്പർ ആവുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വായിക്കുക? ആദ്യം നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പ്ലേസ് വാല്യൂ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ആ ഒരു 6 0 പിന്നെ 1 അല്ലേ. അപ്പോൾ അത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s, ലാക്ക്, 1 lakh, പിന്നെ 10 lakh ആണ് അല്ലേ. 7 ഡിജിറ്റ് നമ്പേഴ്സിലെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് എന്താണ്? 10 lakh ആണ്. അതുപോലെ ഏറ്റവും വലുത് എന്താണ്? പിന്നെ 10 lakhന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 9 ആണ്. അപ്പം 99 lakh എന്നാണ് വായിക്കേണ്ടത് അല്ലേ. 99,99,999 എന്നാണ് അത് വായിക്കേണ്ടത്. അതിൻ്റെ താഴെ നോക്കൂ. ഒരു സംഖ്യ തന്നിട്ട് അതെങ്ങനെയാണ് റീഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മളതെങ്ങനെയാണ് നോക്കണത്? അതിൻ്റെ പ്ലേസ് വാല്യൂ നോക്കണം അല്ലേ. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് നോക്കുക? റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ 7 എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസിൽ, 6 ടെൻസിൻ്റെ, 5 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ, 4 എന്തിൻ്റെ പ്ലേസിലാണ്? 1000ൻ്റെ പ്ലേസിൽ, 3 10,000ൻ്റെ പ്ലേസിലാണ്, 2 ലാക്കിൻ്റെയിലാണ് അല്ലേ. അപ്പോൾ 2 lakh എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതവിടെ കൊടുത്തിട്ടുണ്ട് 2 lakh. പിന്നെന്താണ്? 34,000 എന്നാണ്. പിന്നെ 5 എന്തിൻ്റെ പ്ലേസിലാണ്? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 567 എന്നാണ് അത് വായിക്കേണ്ടത്. ഇനി നോക്കൂ. അതിൻ്റെ താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സാണ് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തത് നോക്കൂ. അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ ഒരു നമ്പറാണ് അല്ലേ. എത്രയാണ്? 2023 ആണ് അല്ലേ. അതിൻ്റെ പ്ലേസ് വാല്യൂ നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതെന്താണ്? 2023 എന്നാണ് വായിക്കുക. അപ്പോൾ ഇൻ 2023 ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂൺ ഈസ്, പിന്നെ വീണ്ടും ഒരു സംഖ്യയാണ്, വീണ്ടും ഒരു നമ്പറാണ്. അതെത്രയാണ് വായിക്കുക? അത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് പ്ലേസ് വാല്യൂ നോക്കുക. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s,
പിന്നെയോ ലാക്ക് അല്ലേ. അപ്പോൾ 3,56,569 എന്നാണ് അത് വായിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്നിട്ടുണ്ട് എന്താണ് കിലോമീറ്റേഴ്സ് ആൻഡ് മാക്സിമം ഈസ്, പിന്നെ വീണ്ടും ഒരു നമ്പറാണ്. അതെത്രയാണ്? അപ്പോൾ അത് നമ്മൾ സ്ഥാനവില അഥവാ പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുക. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s, ലാക്ക് അല്ലേ. അപ്പോൾ ലാക്കിലാണ് ആ 4 കിടക്കുന്നത്. അപ്പോൾ 4 lakhs. പിന്നെയോ 10,000ൻ്റെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000ൻ്റെ സ്ഥാനത്തുള്ളതാണ് പിന്നെ നമ്മൾ പറയുക. അതായത് 6,000, പിന്നെയോ 458 kilometers എന്നാണ് അത് വായിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതിൽ രണ്ടാമത്തെ നോക്കാം. ഇനി നോക്കൂ, അതിലെങ്ങനെയാണ് തുടങ്ങുന്നത്? അക്കോർഡിംഗ് ടു ദി പിന്നെ ഒരു നമ്പറാണ്. എന്താണ്? 2011. പിന്നെ സെൻസസ് ദ പോപ്പുലേഷൻ ഓഫ് കേരള വാസ്, പിന്നെ വീണ്ടും ഒരു നമ്പർ ഉണ്ട്. അതെത്രയാണ് വായിക്കുക? പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ അത് ക്രോറിലാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ. എത്ര ക്രോർ ഉണ്ട്? 3 crore ആണ്. അപ്പോൾ 3 crore 34 lakh അല്ലേ. എത്ര ലാക്കാണ്? 34 lakh. പിന്നെ 6,000 ഉള്ളൂ. 10,000ൻ്റെ സ്ഥാനത്തൊന്നുമില്ല, 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6,061 എന്നാണ് അത് വായിക്കുക. പിന്നെന്താ ഉള്ളത്? ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ്, പിന്നെ വീണ്ടും ഒരു സംഖ്യ ഉണ്ട് അല്ലേ. അതെത്രയാണ് വായിക്കുക? അപ്പോൾ നമുക്കിത് വായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ ഒന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് പറയുക? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s, ലാക്ക്, 10 lakh, ക്രോറ്, 10 crore, 100 crore. 100 crore ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ എത്രയുള്ളത്? 121 crore ആണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 121 crore, പിന്നെയോ 80 lakh അല്ലേ. എത്ര ലാക്കാണ്? 8 lakh. സോറി, 8 ആണ്. കാരണം എന്താണ്? 10 lakhൻ്റെ സ്ഥാനത്ത് 0 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 lakh അല്ലേ. പിന്നെന്താ വായിക്കുക? 8,54,000, പിന്നെ 977. അങ്ങനെയല്ലേ വായിക്കുന്നത്? പുറത്ത് ഇതിന് ബില്യൺസ് എന്നാണ് പറയുക അല്ലേ. ഒന്നിട്ടിട്ട് 9 പൂജ്യം, അതായത് 10 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ ബില്യൺ എന്നല്ലേ വായിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കാം. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്രോഡക്റ്റ് ഓഫ് ആൾ ദ നമ്പേഴ്സ് ഫ്രം 1 to 11 ഈസ് 3,99,16,800 എന്നാണ് അല്ലേ വായിക്കുക. ആ 3 എന്നുള്ളത് ക്രോറിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലേസ് വാല്യൂ പിന്നെ ക്രോർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ വായിക്കാം? 3,99,16,800 എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ഇനി അടുത്ത ഭാഗം നോക്കൂ. എത്ര 1 digit നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര 1 digit നമ്പർ ഉണ്ട്? 1 മുതൽ 9 വരെയുള്ളത് എന്താണ്? 1 digit ഉള്ള നമ്പറാണല്ലേ. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണ്. എന്നാൽ 2 digit ഉള്ള എത്ര നമ്പർ ഉണ്ട്? 10 മുതൽ 99 വരെയാണ്. അപ്പോൾ അത് എത്ര എണ്ണമാണ്? 1 മുതൽ 99 വരെ എന്ന് പറഞ്ഞാൽ 99 എണ്ണമാണ്. അതിൽ 9 എണ്ണം എന്താണ്? 1 digit ആണ്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കണം. 99ൽ നിന്ന് 9 കുറക്കണം. അപ്പോൾ എത്ര കിട്ടും? 90 കിട്ടും അല്ലേ. അപ്പോൾ എത്ര എണ്ണമാണ് 2 digit നമ്പർ ഉള്ളത്? 90 എണ്ണമാണ്. ഇനി എത്ര 3 digit നമ്പേഴ്സ് ഉണ്ടെന്ന് എങ്ങനെയാണ് കാണുക? 3 digit നമ്പേഴ്സ് ഏത് മുതലാണ് തുടങ്ങുന്നത്? 100 മുതലാണ് തുടങ്ങുന്നത് അല്ലേ. 100 മുതൽ തുടങ്ങിയിട്ട് 999 വരെയാണ് ഉള്ളത്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്ന് കാണാൻ എന്താ ചെയ്യുക? അതിൻ്റെ മുമ്പുള്ളത്, അതായത് 99 എണ്ണവും കുറക്കണം. 1 digit നമ്പർ 9 എണ്ണം ഉണ്ട്, 90 എണ്ണം 2 digit ഉണ്ട്, അത് രണ്ടും കുറക്കണം. അതായത് 1 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് മുഴുവൻ കുറച്ച് കഴിഞ്ഞാലാണ് 3 digit ഉള്ള നമ്പർ എത്രണ്ണാന്ന് കിട്ടുക. അതായത് 999 99 കുറക്കണം. പിന്നെ 999 വരെയല്ലേ ഏറ്റവും പിന്നെ വലിയ 3 digit നമ്പർ എന്ന് പറഞ്ഞാൽ 999 ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കുറക്കണം? 99 കുറക്കണം. അപ്പോൾ ബാക്കി എത്രയുള്ളത്? 900 ആണല്ലേ. അപ്പോൾ എത്ര എണ്ണാണുള്ളത്? 900 3 digit നമ്പേഴ്സാണ് ആകെ ഉള്ളത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? 2 നമ്പേഴ്സ് തന്നിട്ട് ആ 2 നമ്പർ കൊണ്ട് എത്ര 2 digit നമ്പർ ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് 1ഉം 3ഉം ആണ്. അപ്പോൾ ഈ 1 കൊണ്ടും 3 കൊണ്ടും എത്ര 2 digit നമ്പേഴ്സ് ഉണ്ടാക്കാം? 2 എണ്ണം അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് 13ഉം ഒന്ന് 31ഉം. ആ 2 എണ്ണം അല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 സംഖ്യ കൊണ്ട് 2 പിന്നെ 2 digit നമ്പേഴ്സാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇനി അടുത്തത് നോക്കുന്നത് 3 സംഖ്യകൾ തന്നാൽ അതുകൊണ്ട് എത്ര 3 digit ഉള്ള, അതായത് 3 digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് എത്രണ്ണാണ്? 3 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ആ നമ്പേഴ്സ് കൊണ്ട് 3 digit നമ്പേഴ്സ് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2 നമ്പേഴ്സ് തന്നപ്പോൾ അതുകൊണ്ട് 2 2 digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ 3 നമ്പർ കൊണ്ട് എത്ര
ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ നോക്കാം. നോക്കൂ, ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം 1 3 വെച്ച് ഏതൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നോക്കിയില്ലേ. ഏതാണ്? ഒന്ന് 13 ഒന്ന് 31. അപ്പോൾ ഈ ആദ്യം നമുക്ക് ഈ 13 ഏതൊക്കെ സ്ഥാനത്ത് ഈ മൂന്നാമത്തെ ഡിജിറ്റ് ആയിട്ടുള്ള 5 വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് വൺസിൻ്റെ സ്ഥാനത്ത്, ടെൻസിൻ്റെ സ്ഥാനത്ത്, ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തും എന്ത് വെക്കാൻ പറ്റും? ഈ പിന്നെ 5നെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 3 കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് 13 ആയിരുന്നു അല്ലേ. ഈ 13 ആദ്യത്തിൽ നമ്മൾ 5 വെച്ച് കൊടുത്താൽ അതെന്തായി? 513 എന്നായി. ഇനി അതിൻ്റെ സെൻട്രലാണ് വെക്കണതെങ്കിലോ 153 എന്ന് വായിക്കും. ഇനി ലാസ്റ്റ് ആണെങ്കിലോ 135 ആവൂലേ. അപ്പോൾ 13 കൊണ്ട് നമുക്ക് എന്താക്കി? അങ്ങനെ 3 ഉണ്ടാക്കി. ഇനി അതിൻ്റെ താഴെ നമ്മൾ എന്താ ചെയ്യണം? 31 ഈ 5 പ്ലേസ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? പിന്നെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് വെക്കുമ്പോൾ 531 ആയിരിക്കും. ടെൻസിൻ്റെ സ്ഥാനത്ത് വെക്കുമ്പോൾ 351 ആവും. വൺസിൻ്റെ സ്ഥാനത്ത് വെക്കുമ്പോൾ 315 ആവും. അപ്പോൾ നമുക്ക് ആകെ എത്ര ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്? 6 ആണല്ലേ. അപ്പം 3 നമ്പേഴ്സ് കൊണ്ട് നമുക്ക് 6 പിന്നെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കൂ, അടുത്തത് ചോദിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ 1 3 5 വെച്ചിട്ട് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കിയത്. ഇനി അതിലേക്ക് ഒരു 7 കൂടിയും കൂട്ടി എന്നിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഡിജിറ്റ് നമുക്ക് 6 ഉണ്ടാക്കാൻ പറ്റിയതെങ്കിൽ 4 ഡിജിറ്റ് എത്രയായിരിക്കും? ഈ 6 ഒന്നെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ ഈ 6 ഒന്നെടുത്തു എന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് വെക്കാം, ടെൻസിൻ്റെ സ്ഥാനത്ത് വെക്കാം, അതുപോലെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് വെക്കാം, പിന്നെയോ തൗസൻഡ്സിൻ്റെ സ്ഥാനത്തും വെക്കാം. അപ്പോൾ 4 വീതം ഓരോന്നിലും ഉണ്ടാക്കാൻ പറ്റൂലേ. അപ്പോൾ എത്ര ഉണ്ടാവും? 6 4 വീതം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എത്രയായി? 6 × 4 24 അല്ലേ. അപ്പോൾ 4 നമ്പേഴ്സ് കൊണ്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 24 ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നോക്കൂ, 4 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്? 24 ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ അതിൽ ഒരെണ്ണം 0 ആണെങ്കിൽ നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? ഈ 0നെ നമുക്ക് ഏതൊക്കെ പ്ലേസിൽ പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും? വൺസിൻ്റെയിലും ടെൻസിൻ്റെയിലും ഹൺഡ്രഡ്സിൻ്റെയിലും പോസ്റ്റ് ചെയ്യാം. പക്ഷേ തൗസൻഡ്സിൻ്റെ സ്ഥാനത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 4 ഡിജിറ്റ് നമ്പർ ആവുമോ? ഇല്ല അല്ലേ. അപ്പോൾ 3 എണ്ണത്തിലാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണത്തിൽ 3 × 6 കാണണം. അപ്പം 18 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇങ്ങനെയാണ് ഈ 6 കിട്ടിയത് നമ്മൾ കണ്ടതാണ് അല്ലേ. എന്താണ്? നമുക്ക് 3 സംഖ്യ കൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുക? 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റുക. 3 സംഖ്യ കൊണ്ട് 3 അക്ക സംഖ്യകൾ 6 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുക. ഈ 6 എണ്ണത്തിലും 3 എണ്ണം വീതം ഉണ്ടാക്കാൻ പറ്റും, പിന്നെ 4 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക? 18 എണ്ണമാണ് അല്ലേ. 3 × 6 18 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഒരെണ്ണം 0 ആയതുകൊണ്ട്. അതല്ല, നമ്പേഴ്സ് തന്നെയാണെങ്കിൽ എത്ര എണ്ണമാണ്? 24 തന്നെയാണ്. അല്ല, മീൻസ് 0 അല്ലാത്ത ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ അപ്പോൾ 24 എണ്ണം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഒരെണ്ണം 0 ആയാൽ പിന്നെ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 18 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്കിത് ഏത് രീതിയിൽ കാണാം? ഇപ്പോൾ നോക്കൂ, 3 ഡിജിറ്റ് കൊണ്ട് നമുക്ക് പിന്നെ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കണ്ടത്? 6 എണ്ണം അല്ലേ. അപ്പോൾ അതിലൊന്ന് 0 ആണെങ്കിൽ എന്തായിരിക്കും? അതിനെ നമുക്ക് പിന്നെ 1000ൻ്റെ സ്ഥാനത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 6 എണ്ണത്തിലും അത് പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 24-ന്ന് 6 കുറച്ചാൽ മതി. അപ്പോഴും എന്ത് കിട്ടി? 18 എന്ന് കിട്ടിയില്ല. അപ്പോൾ ഒരെണ്ണം 0 ആണെങ്കിൽ എത്ര എണ്ണമാണ് കിട്ടുക? 18 4 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ടു ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് 0? ഹൗ മെനി വിത്തൗട്ട് 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര എണ്ണത്തിൽ 0 ഉണ്ട്, എത്ര എണ്ണത്തിൽ ഇല്ലാത്ത എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് നോക്കൂ. 0 വരുന്ന രണ്ടക്ക സംഖ്യ, 0 വരുന്ന രണ്ടക്ക സംഖ്യ പറയുമ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 10 മുതൽ 99 വരെയാണ് അല്ലേ. അപ്പോൾ അതിൽ 0 വരുന്നത് ഏതിലൊക്കെയാണ്? 10 20 30 40 50 60 70 80 90 അതുവരെ അല്ലേ ഉള്ളതിലല്ലേ 0 വരുന്നുള്ളൂ. അപ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ടാവും? 9 എണ്ണമാണ് ഉണ്ടാവുക അല്ലേ. ഇനി 0 ഇല്ലാത്തത് എത്ര എണ്ണം ഉണ്ടാവും? ആകെ പിന്നെ 90 2 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉള്ളത് നമുക്കറിയാം. അതിൽ 9 എണ്ണത്തിൽ 0 ഉണ്ട്. അപ്പോൾ ആ 90-ന്ന് 9 കുറച്ചാൽ പോരെ, ബാക്കിയുള്ളതിലൊന്നും 0 ഇല്ല എന്നല്ലേ. അപ്പോൾ 90 - 9 കാണാം. അപ്പോൾ എത്രയാണ്? 81 എണ്ണത്തിൽ എന്തുണ്ടാവില്ല? 0 ഉണ്ടാവില്ല. 81 2 ഡിജിറ്റ് നമ്പേഴ്സിലും 0 ഉണ്ടാവില്ല എന്ന് സാരം. ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 0? ഇനി അടുത്തത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി 1 0? മൂന്നാമത്തത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്തൗട്ട് എനി 0 എന്നുള്ളതുമാണ്.
അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 zeros എന്നാണ്. അതായത് 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ്. അപ്പം നമ്മൾ കണ്ടു മൂന്നക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് 100 മുതലാണ്, ഏറ്റവും വലുത് 999 അല്ലേ. ഏറ്റവും ചെറുത് 100 മുതലാണ്. 100ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം ഉണ്ട്. പിന്നെ 2 പൂജ്യമുള്ളത് എത്രയിലാണ്? 200ൽ. അങ്ങനെ 100, 200, 300, 400, 500, 600 അങ്ങനെയുള്ളതിലാണ് 2 പൂജ്യം വരുന്നുള്ളൂ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണുള്ളത്. അപ്പോൾ 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളാണുള്ളത്? 9 എണ്ണം. ഇനി ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി 1 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പൂജ്യം ഉള്ളത് പറ്റൂല അല്ലേ, ഒരു പൂജ്യം ഉള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ, 100 ഫസ്റ്റത്തെ മൂന്നക്ക സംഖ്യ. അപ്പോൾ അത് പറ്റില്ല, അത് കഴിഞ്ഞിട്ടുള്ളത് അതായത് 101, 102, 103 അങ്ങനെ പോയിട്ട് 110 വരെ, പിന്നെ 120, 130, 140 അങ്ങനെ 190 വരെ അല്ലേ. അപ്പോൾ 100 മുതൽ 200 വരെ നോക്കുമ്പോൾ 18 എണ്ണം ഉണ്ട്. അങ്ങനെ 200ലും ഉണ്ട് 18 എണ്ണം, 200 to 300 വരെ, 300ലും അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 9 എണ്ണത്തിലും എന്തുണ്ട്? 18 വീതം ഉണ്ട്. അപ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ടാവും? 9 × 18 കണ്ടാൽ മതി അല്ലേ. അപ്പോൾ 162 എന്ന് കിട്ടും. അപ്പോൾ ഒരു 0 മാത്രമുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 162 അല്ലേ, 162 എണ്ണം ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്തൗട്ട് എനി 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആകെ 999 സംഖ്യകളിൽ മൂന്നക്കമുള്ളത് എത്ര എണ്ണമാണ്? 999ന്ന് 99 കുറച്ചത് അല്ലേ, 2 അക്കം ഉള്ളത് വരെ ഉള്ളത് കുറച്ചത്. അപ്പോൾ 900 ആണ്. അപ്പോൾ ആകെ മൂന്നക്ക സംഖ്യകൾ എന്ന് പറഞ്ഞത് പിന്നെ 900 ആണ്. ആ 900ൽ പൂജ്യം ഇല്ലാത്തത് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ 900ൽ പിന്നെ 2 പൂജ്യം ഉള്ളത് 9 എണ്ണം ഉണ്ട്. അതുപോലെ ഒരു പൂജ്യം ഉള്ളത് 162 എണ്ണം ഉണ്ട്. അപ്പോൾ അത് രണ്ടും കുറച്ചാൽ മതിയല്ലോ. ആകെ 900 എണ്ണമാണ് ഉള്ളത്. അതിൽ നിന്ന് ഒരു പൂജ്യം ഉള്ളതും 2 പൂജ്യം ഉള്ളതും കൂടെ അങ്ങോട്ട് കുറച്ചാൽ പൂജ്യം ഇല്ലാത്തത് കിട്ടൂലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 900 മൈനസ് ബ്രാക്കറ്റിൽ 9 + 162 എന്ന് എഴുതാം അല്ലേ. 900 എങ്ങനെയാണ് കിട്ടിയത്? 3 ഡിജിറ്റുള്ള പിന്നെ എത്ര നമ്പേഴ്സാണ് ആകെ ഉള്ളത്? നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. പിന്നെ 900 ആണ് അല്ലേ. ആ 900ന്ന് പിന്നെ 2 പൂജ്യം ഉള്ളത് 9 ആണ്, ഒരു പൂജ്യം ഉള്ളത് 162 ആണ്. അപ്പോൾ ഈ 9ഉം 162 കൂടി കുറക്കുക. അപ്പോൾ പൂജ്യം ഇല്ലാത്തതിൻ്റെ അത് കിട്ടൂലേ. അപ്പോൾ 900 മൈനസ് 9ഉം 162 കൂടെ കൂട്ടിയാൽ 171. 171 900ന്ന് കുറച്ചാൽ എത്ര കിട്ടും? 729 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 900 മൈനസ് 171 അല്ലേ, 171. അപ്പോൾ എത്രയാണ്? 729 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് ത്രൈസ്? അതായത് ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അതുപോലെ ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യണ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണുള്ളത്? 11, 11, 22, 33, 44, 55, 66, 77, 88, 99 ഇതൊക്കെയാണ് അല്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുള്ളത്. എത്ര ഉണ്ട്? 9 എണ്ണമാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. ഇനി അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 3 നമ്പറും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അതും 9 എണ്ണം തന്നെയാണ് അല്ലേ. ഏതൊക്കെയാണ്? 111, 222, 333, 444, 555, 666, 777, അതുപോലെ 888, 999. നോക്കൂ, ഇതെല്ലാം ഒരേപോലെ ആവർത്തിച്ച് വരുന്നില്ല. അപ്പോൾ അങ്ങനെ എത്ര എണ്ണമാണുള്ളത്? 9 എണ്ണമാണ് ഉള്ളത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There are some numbers which read the same when the digits are put in the reverse order. For example, 46,764. Such numbers are called palindromic numbers. അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ് എന്നാണ്. അതുപോലെ ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സും ചോദിച്ചിട്ടുണ്ട്, 4 ഡിജിറ്റ് നമ്പേഴ്സും ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താ പറഞ്ഞത്? ചില നമ്പേഴ്സിന് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ആ നമ്പറായിട്ട് തന്നെ ആയിരിക്കും കാണുക. ഒരു എക്സാമ്പിൾ അതിൽ തന്നിട്ടുണ്ട്. എന്താണ്? 46,764 എന്നുള്ളത് അല്ലേ. അത് തിരിച്ചു വായിച്ചു നോക്കൂ, അപ്പോഴും അതേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. അത്തരത്തിലുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ഇതേ രീതിയിലുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അത് എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഏതൊക്കെയാണ് 2 ഡിജിറ്റ്സിൽ പാലിൻഡ്രോംസ് ആയിട്ട് വരുന്നത് നോക്കൂ. 11, 22, 33, 44, 55, 66, 77, 88, 99 അതുവരെ അതല്ലേ ഉള്ളത് പാലിൻഡ്രോംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എത്ര എണ്ണ ഉള്ളത്? 9 എണ്ണാണല്ലേ ഉള്ളത്. അപ്പോൾ നോക്കൂ അതെങ്ങനെയാണ് കാണുക. 101 മുതൽ 191 വരെ ആവുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലേ. അങ്ങനെ 9 എണ്ണത്തിലുണ്ട്. അതായത് പിന്നെ 200-ൻ്റെയിലും 300-ൻ്റെയിലും 400-ൻ്റെയിലും 500-ൻ്റെയിലും അങ്ങനെ 9 എണ്ണത്തിലുണ്ട്. അപ്പോൾ 10 × 9 എണ്ണമാണ് ഉണ്ടാവുക. 10 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 അല്ലേ. ഏതൊക്കെയാണ് ആ സംഖ്യകൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. 101, 111, 121, 131 അങ്ങനെ പോകുന്നു. അങ്ങനെ 999 വരെയാണ് ഉണ്ടാവുക. അതായത് അങ്ങോട്ട് തിരിച്ചും മറിച്ചും വായിച്ചാലും എന്ത് തന്നെയായിരിക്കും? ഒരേ സംഖ്യ തന്നെയായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം പാലിൻഡ്രോമിക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കൂ, നടുവിലുള്ള 2 സംഖ്യകൾ സെയിം ആവണം, എന്നാലല്ലേ നമുക്ക് തിരിച്ചു വായിക്കുമ്പോഴും അതേ സംഖ്യ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ അത് 0, 0 ആവണം, അല്ലെങ്കിൽ 1, 1, 2, 2 അങ്ങനെ 9, 9 വരെ ഏതെങ്കിലും ആവണം അല്ലേ. അപ്പോൾ അങ്ങനെ 10 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 10 എണ്ണവും അറ്റത്തുള്ള സംഖ്യകൾ 1, 1 ആവുമ്പോഴും 10 എണ്ണം ഉണ്ടാവും. അറ്റത്തുള്ള സംഖ്യകൾ രണ്ടറ്റത്തുള്ള സംഖ്യകൾ 2 ആവുമ്പോഴും 10 എണ്ണം ഉണ്ടാവും. 3, 3 ആവുമ്പോഴും പിന്നെ 10 എണ്ണം ഉണ്ടാവും. അങ്ങനെ 9, 9 ആവുമ്പോഴും 10 എണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 9 എണ്ണത്തിനും 10 എണ്ണം വീതം ഉണ്ടാവും അല്ലേ. അപ്പോൾ 10 × 9 കണ്ടാൽ മതി. ആകെ 90 എണ്ണമാണ് 4 അക്ക സംഖ്യകളിൽ ഉണ്ടാവുക. ഇനി നമുക്ക് ഈ പാഠത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ആൾ ദി ഡിജിറ്റ് 1, 2, 3, 4? വാട്ട് ഈസ് ദ സം ഓഫ് ആൾ ദീസ്? അതായത് 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇത് നമ്മൾ മുമ്പ് ചെയ്ത് നോക്കിയതാണ് അല്ലേ. 4 നമ്പേഴ്സ് കൊണ്ട് എത്ര 4 അക്ക സംഖ്യകൾ, എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. 2 സംഖ്യ കൊണ്ട് നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കിയത്? 2 എണ്ണമാണ് ഉണ്ടാക്കിയത് അല്ലേ. ഇപ്പോൾ 12 എന്നാണെങ്കിൽ 12 ഉണ്ടാക്കുക, 21 ഉണ്ടാക്കുക, അതല്ലേ പറ്റുള്ളൂ. ഇനി 3 സംഖ്യകൾ ഉണ്ടെങ്കിലോ ഈ ഓരോ പിന്നെ 12 കൊണ്ടും 21 കൊണ്ടും എത്ര എണ്ണം വീതം ഉണ്ടാക്കാം? 3 എണ്ണം വീതം ഉണ്ടാക്കുക. അതായത് 6 എണ്ണമാണ് 3 സംഖ്യയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. 4 എണ്ണാണെങ്കിലോ ഈ 6-ന് 4 എണ്ണം വീതം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എത്ര എണ്ണമായിരിക്കും? 24 എണ്ണം ഉണ്ടാക്കാൻ പറ്റൂലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? 24 ആണ്. ഇതിൻ്റെ സമ്മ് ചോദിച്ചിട്ടുണ്ട്. സമ്മ് കാണാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് ആ 24 പിന്നെ 4 ഡിജിറ്റ് നമ്പേഴ്സും എഴുതിയിട്ട് സം ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം അതിലുള്ള എല്ലാ സംഖ്യയിലും 1 മുതൽ 4 വരെയുള്ള സംഖ്യയാണ് ഉള്ളത് അല്ലേ. ഇപ്പോൾ പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് എന്താണ് 1 മുതൽ 4 വരെയുള്ളത് 6 പ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ അത് 6 പ്രാവശ്യം ഇതാക്കിയാൽ എന്തായിരിക്കും? 1-നെ 6 കണ്ടാക്കി കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. 2-നെ 6 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. 3-നെ 6 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടും. 4-നെ 6 കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടും. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാൽ 60 കിട്ടുക. അപ്പോൾ വൺസിൻ്റെ സ്ഥാനത്ത് നമുക്ക് 60-ൻ്റെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ശിഷ്ടം 6 ഉണ്ടാവും അല്ലേ. പിന്നെ വീണ്ടും കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 60 കിട്ടുന്നത്. അതിലും ഈ ശിഷ്ടം 6 കൂടെ കൂട്ടുമ്പോൾ അതിന് 6 ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. എന്ത് കിട്ടും? 66,660. അതായത് 66,660 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഈ 24 നമ്പേഴ്സും 1 മുതൽ 4 വരെയുള്ള അക്കങ്ങൾ തിരിച്ചു മറിച്ചിട്ടതാണ് അല്ലേ. അത് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. അതായത് വൺസിൻ്റെ സ്ഥാനത്തുള്ളത് കൂട്ടുമ്പോൾ 60 കിട്ടും. അപ്പോൾ നമ്മൾ ആ 0 ഇട്ട് കൊടുക്കുക. പിന്നെ ശിഷ്ടം 6 ഉണ്ടാകും. പിന്നെ ടെൻസിൻ്റെ സ്ഥാനത്തുള്ളതും 60. അതിക്ക് ശിഷ്ടം 6 കൂടെ കൂട്ടുമ്പോൾ 66 ആവും. അതിൻ്റെ 6 എഴുതുക. അപ്പോൾ വീണ്ടും ശിഷ്ടം 6 ഉണ്ടാവും. അത് ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തുള്ളതിലേക്ക് കൂട്ടുമ്പോൾ 60. അതിക്ക് ശിഷ്ടം ഈ പിന്നെ പുറത്തുനിന്നുള്ള ശിഷ്ടം 6 കൂടെ കൂട്ടുമ്പോൾ 66. അങ്ങനെ എഴുതി പോകുമ്പോഴാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതല്ലാത്ത വേറെ മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.